ടി വി പ്രസാദും കൂടിയുണ്ട്. പ്രസാദ്, ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ, ആദ്യത്തെ പ്രതികരണങ്ങൾ ഇതൊക്കെ തന്നെ CPIയുടെ ഭാഗത്തുനിന്നാണ് ആദ്യം വന്നത്. പിന്നാലെ മന്ത്രി ശിവൻകുട്ടിയും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നതിലേക്കും ഇന്നിപ്പോൾ പ്രത്യേക പ്രതിഷേധ പരിപാടിയിലേക്കും CPI കടക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു തുടർച്ചയുണ്ടാകണം എന്ന നിലപാട് CPIക്കുണ്ട്. CPMനെ സംബന്ധിച്ചത് വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതല്ലേ യഥാർത്ഥ നിലപാട്? ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത്. നേരത്തെ തന്നെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇനി വേണ്ട ഈ അവസാനത്തെ വർഷം എന്നൊരു നിലപാട് CPMന് യഥാർത്ഥത്തിലല്ലേ? എന്താണ് അറിയാനാകുന്നത്? അശ്മതി, ഒരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതില്ല എന്നൊരു രീതിയിലേക്കാണ് CPIM നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ CPI നേരെ തിരിച്ചാണ്. ഗവർണറുടെ തന്നെ ആവശ്യമില്ല എന്ന നിലപാടാണ് CPI സ്വീകരിക്കുന്നത്. പക്ഷേ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPIM-ഉം CPI-യും ഗവർണർ എന്നുള്ളത് അത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന ഒരിടമാക്കി രാജ്ഭവനും പ്രത്യേകിച്ച് ഗവർണർമാരും മാറ്റുന്നു എന്ന അഭിപ്രായമാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്. പക്ഷേ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ സമയത്ത് CPIM കടുത്ത വിമർശനത്തിലായിരുന്നു, കടുത്ത എതിർപ്പിലായിരുന്നു. ഒരു ഘട്ടത്തിൽ കണ്ടാൽ മിണ്ടാൻ പോലും തയ്യാറാകാത്ത നിലയിലേക്ക് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് പരസ്യമായി മാറി എന്നുള്ളതാണ് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വന്നതിന് ശേഷം ഒരു നല്ല സൗഹൃദമുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ, രാജ്ഭവനും സർക്കാരും തമ്മിൽ എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് എത്തി അഭിനന്ദിക്കുന്ന, ആശംസിക്കുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല 4-5 തവണ രാജ്ഭവനിലെത്തിയാണ് ഗവർണറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. മാത്രമല്ല ഡൽഹിയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന നിലയിലേക്ക് അവരുടെ ബന്ധം എത്തി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. ശ്രുതി പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് ഒരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സ്ഥിതി CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ മാറി വന്ന ഈ ഗവർണർ അവരുടെ രാഷ്ട്രീയം കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ബോധം അത് CPIM-നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് കാവി കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം അവിടെ തന്നെ ഉണ്ടാകും. ഇനിയുള്ള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലും അതുണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. അപ്പോൾ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിലും ആ ചിത്രം വരികയാണെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ അത് സംബന്ധിച്ച് CPM-ന്റെ പ്രതികരണം നമുക്ക് വരുന്നുണ്ടോ? അതിലെന്ത് നിലപാടെടുക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് കഴിഞ്ഞ പരിപാടി നടന്നത്, പരിസ്ഥിതി ദിനത്തിന് നടന്ന പരിപാടി CPIയുടെ വകുപ്പല്ല, മറ്റേതെങ്കിലും വകുപ്പാണ് നടത്തിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടെ പരിപാടി നടക്കുമായിരുന്നു എന്ന് പറയുന്ന ചില CPI നേതാക്കളെങ്കിലും ഉണ്ട്. ശ്രുതി, ഇതിലൊരു നിലപാട് ഇതുവരെയും സർക്കാർ എടുത്തില്ല. യഥാർത്ഥത്തിൽ ഇതൊരു ഭരണഘടനാ പ്രതിസന്ധി തന്നെയാണ്. സർക്കാരിൻ്റെ ഒരുപാട് പരിപാടികൾ രാജ്ഭവനിൽ സാധാരണഗതിയിൽ നടക്കാറുണ്ട്. മാത്രമല്ല ഭരണഘടനയുടെ ഭാഗമായി വരുന്ന ചില പദവികൾ, അതിൻ്റെ സത്യപ്രതിജ്ഞ, അങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരിടമാണ് രാജ്ഭവൻ. അവിടെ ഈ കാവിക്കൊടി ഏന്തിയ RSSകാർ ഉപയോഗിക്കുന്ന പടം വെച്ചുകൊണ്ട് എങ്ങനെ പരിപാടി നടത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതിനങ്ങോട്ടേക്ക് ഇതിലിപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. കാരണം അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പ് ബഹിഷ്കരിച്ചതുപോലെ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ പറയുന്നത് ആ പടം അവിടെ നിന്ന് മാറ്റില്ല, ആ പടത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പരിപാടിയുടെ തുടക്കം, അതല്ലെങ്കിൽ ആ പടം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാ പരിപാടിയും നടക്കുക എന്ന സ്റ്റാൻഡിൽ ഗവർണർ നിൽക്കുന്ന സമയത്ത് ഉറപ്പായും ഇതിൽ ഒരു വ്യക്തത സർക്കാർ വരുത്തും എന്ന കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിപാടികൾ എങ്ങനെ അവിടെ നടക്കും എന്ന കാര്യവും ഉയർന്നു കേൾക്കുകയാണ്. എന്തായാലും നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലാണ് CPIM-നെയും സർക്കാരിനെയും ഒക്കെ നേരിട്ടതെങ്കിൽ രാജേന്ദ്ര അർലേക്കർ കൃത്യമായി അവരുടെ രാഷ്ട്രീയം രാജ്ഭവനിലൂടെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം.